ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ഈ എമിറേറ്റ് മാളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇത് നോക്ക്, ദിനോസറിൻ്റെ വായ, ദിനോസറിൻ്റെ കൈ, എൻ്റെ അമ്മോ. ഇത് ദിനോസറിൻ്റെ ഒരു ഏരിയ തോന്നുന്നു കേട്ടോ. ആകാശത്തിരിക്കണ പോലെ മേഘങ്ങൾ കണ്ടല്ലോ, മേഘങ്ങൾ ചുറ്റും മേലെ ഇങ്ങനെ പാറിപ്പറക്കണ കാണുന്നുണ്ടോ. പിന്നെ ആ ദിനോസറിൻ്റെ ഒരു പക്ഷിയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് ദിനോസറിൻ്റെ ഏരിയ ആണെങ്കിൽ ഇത് എന്തിൻ്റെ ഏരിയ ആണെന്നറിയോ? ക്രിസ്മസ് എന്താ പറയുക, അങ്ങനത്തെ ഒരു ഏരിയയാണ്. ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് കൂടൊക്കെ ഇങ്ങനെ. എൻ്റെ വിഷയമുണ്ടോ, ഫുട്ബോളിൻ്റെ പോലെ വയറും വീർപ്പിച്ച് നിൽക്കണു. ക്രിസ്മസ് ട്രീ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. പിന്നെ അതുപോലെ സാന്റാക്ലോസ് അപ്പൂപ്പന്മാർ നിരന്ന് നിൽക്കണ കാഴ്ച കാണില്ലേ. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ എങ്ങടെ ഇനി പോണതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ വേറെ പോവാണ് കേട്ടോ. പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടുത്തെ കഫേ കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ കാണാൻ. എന്താ എന്താ പറയുക, എത്രയോ എസ്കലേറ്റർ കയറിയിട്ടാണ് ഇതാ ഏറ്റവും മുകളിലെത്തി നമ്മൾ കേട്ടോ. ഏറ്റവും മുകളിൽ വെച്ചാൽ ഇനി മുകളിൽ ഇല്ല. ഓക്കെ, ഇനിയുണ്ടോ? ഇല്ലല്ലോ. ഇല്ലയെന്ന് വിചാരിക്കണം കേട്ടോ. സാറ കമ്പനിയുടെ വേറൊരു മോഡലാണ്, വേറൊരു കമ്പനിയാണിത്. നല്ല ഭംഗിയില്ല ഇവിടുത്തെ ഡ്രസ്സ് കാണാൻ. പക്ഷേ ഡ്രസ്സ് കാണാനുള്ള ഭംഗി കേട്ടോ, നമ്മൾ വാങ്ങൂല. കാരണം അത്ര റേറ്റാണോ. ഇതിൻ്റെ ഒരു 10-15 വാങ്ങാം. ഒരു ഡ്രസ്സിൻ്റെ വില കൊടുത്താൽ നമ്മൾ നാട്ടിൽ അത്ര റേറ്റാണ് ഇവിടെ. റിനിമോൾ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. റിനിമോൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി ചോദിച്ചാൽ എല്ലാ ഡ്രസ്സിലും റിനിമോളൊന്ന് തൊട്ട് തലവിടും. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും കേട്ടോ. പിന്നെ മേലെ നിന്നുള്ള കാഴ്ച കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. വീണ്ടും ഞാൻ പറയുന്നു നല്ല ഭംഗിയില്ലേന്ന്. മഞ്ഞ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട്, മൊബൈലിൽ ആർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ എക്സ്പ്രസ് ട്രീ. പിന്നെ ഇതുണ്ട് മുന്തിരിക്കുല, വൈൻ ഉണ്ടാക്കണ പോലെ അത്രയും മുന്തിരിക്കുല പോലെ അത് അലങ്കരിച്ചു. ഞാൻ എത്ര പ്രാവശ്യം അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ കോളിൽ ഓരോരുത്തർക്കും ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെ ഓരോ സെക്ഷനിലും അതിൻ്റേതായിട്ടുള്ള ഇത് വേറൊരു വെറൈറ്റി ഫുഡിൻ്റെ ഒരു അധികം തിരക്കോ ബഹളോ അങ്ങനെ ഒന്നുമില്ലാത്ത വെറും സാൻഡ്വിച്ചിൻ്റെ ഒരു ഏരിയ കേട്ടോ. വെറൈറ്റി തരം സാൻഡ്വിച്ചാണ്. നല്ല എന്താ പറയുക, പക്ഷേ എനിക്കില്ലേ സാൻഡ്വിച്ചിനോട് അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് സാൻഡ്വിച്ച്. എനിക്ക് എന്നും ഇഷ്ടമല്ല, പക്ഷേ അതിങ്ങനെ കാണാനും കഴിക്കണവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ എൻ്റെ റിനുമോളതാ അടുത്ത എന്താ പറയുക ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് വീണ്ടും പോവും. എന്നിട്ട് എല്ലാതും തൊട്ട് തലോടും. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. റിനുമോൾ ഇട്ട തന്നെ സുഡിയോ എന്ന് എടുത്താണ് കേട്ടോ. ഇത് ഒരുപോലത്തെ കുറേ ടോപ്പുകളുണ്ടാവും. എനിക്കിഷ്ടമല്ല അങ്ങനെ. ഞാനിട്ട് തന്നെ വേറൊരാളിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ റിനുമോൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ മേലെന്ന് എന്താ പറയുക താഴത്തേക്കൊന്ന് എടുത്തതാണ് വീഡിയോ. കണ്ടില്ലേ, തടാകാണിടോ അത് കാണുന്നതേ. കണ്ടില്ലേ, ചുമയൊക്കെ വന്നു. കണ്ടല്ലോ, തടാകാണത് കേട്ടോ. പിന്നെ ഇനി നമ്മൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ, ഇനി നമ്മൾ മെട്രോ കയറാൻ പോവാണ് കേട്ടോ. മെട്രോ പോവാണ്. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. കണ്ടില്ലേ, എന്തൊരു തിരക്കാണ്. വൈകുന്നേരത്തെ ആളുകൾക്ക് പോകാനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്കധികം സമയമൊന്നുമില്ല. പിന്നെ കുഞ്ഞാറ്റില്ലാത്തതുകൊണ്ട് എന്താ പറയുക, ഒക്കത്തിനൊരു ബോറടി, ഒരു പഴയ എനർജി കിട്ടണില്ലടോ. ഭയങ്കര സങ്കടം. എല്ലാം നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ കുഞ്ഞാറ്റുണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു ആസ്വാദനം കണ്ടോ, ഉഷയൊക്കെ ആസ്വാദനം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അങ്ങനെ നമ്മൾ മെട്രോ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ എന്താ പറയുക ഡോറിൻ്റെ അവിടെയൊക്കെ ആളുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിലത്രയും തിരക്കില്ല, കാരണം ആരും ഇറങ്ങണ കണ്ടില്ലല്ലോ, നമ്മളങ്ങോട്ട് കയറണതല്ലേ കണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ പറയുക, ചെയ്തല്ലാത്ത ഉപകാരമില്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യടോ. എന്താ പറയുക, ഷെയർ ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോ കൂടെ കാണാം. ടാറ്റ ബൈ ബൈ. ഇത് മേലെ കൂടെ പോകണ മെട്രോ അല്ലേ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡിൽ കൂടെ പോകണൊരു മെട്രോ ഉണ്ട് കേട്ടോ, അതിൽ നമ്മൾ കയറും. അപ്പോൾ എൻ്റെ ബുഷ് വീണ്ടും കണ്ടു വയറ് വേറെ എടുത്ത് കാണിക്കണു. പക്ഷെ ആസ്വദിച്ച് എന്തെങ്ങനെ ചവക്കണതെന്നറിയോ, ബബ്ലിക്കം, ചുയിങ്കം, ബബ്ലിക്കം. ഞാനൊക്കെ ബബ്ലിക്കം എന്നറിയാം, നിങ്ങൾ ചുയിങ്കം എന്നാണോ? ഐ ഡോണ്ട് നോ. എന്തായാലും ശരി, അതൊക്കെ ചവച്ച് ബുഷ് ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ബുഷി ഹാപ്പിയായാൽ ഞാനും ഹാപ്പിയാവും. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ ആ മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി അടുത്തത് കയറുന്നത് ഒരൊറ്റ ടിക്കറ്റ് മതിയിടോ. ആ ഒരൊറ്റ ടിക്കറ്റിലാണ് നമ്മൾ ഈ പോകുന്നതൊക്കെ കേട്ടോ. ഇത് പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത മെട്രോ കാത്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോഡിൽ കൂടെ പോകണ മെട്രോ ആണ്. കണ്ടില്ലേ, ടു ദുബായ് മെറീന. അതാ മെട്രോ വന്നു. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇതിൽ.
ആളുകളൊക്കെ ഇറങ്ങണ കണ്ടില്ലേ? ആദ്യത്തെ മെട്രോയിൽ ആളുകളൊന്നും ഇറങ്ങണ കണ്ടില്ലല്ലോ. ഇതിൽ നല്ല തിരക്കുണ്ട്. പക്ഷെ ഓടിപ്പോയി സീറ്റ് പിടിക്കാനാണ് തോന്നുന്നു. സീറ്റ് കിട്ടിയോ ഐ ഡോണ്ട് നോ. കണ്ടോ, ഇത് റോഡിൽ കൂടെ പോണത് കേട്ടോ ഈ മെട്രോ. ദുബായിൽ വന്നിട്ടൊരു ഗുണമുണ്ടായി, എന്തറിയോ, എല്ലാ സകല മാളും കാണാൻ പറ്റി, എല്ലാ മെട്രോയിലും കയറാൻ പറ്റി. അപ്പോൾ ഒരിക്കൽ കൂടി പറയണു ടാറ്റാ ബൈ ബൈ, സി യു, നാളെ കാണാം.